അപ്പോത്തൊലിയൻ ടിനു ഭാര്യയായി സ്വീകരിച്ച പ്രവർത്തകയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. എന്നോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാൻ. എന്റെ വാട്സപ്പ് ഫേസ്ബുക്കും ഇതെല്ലാം ഞങ്ങൾ ഒന്നാണല്ലോ. പുള്ളി ഭാര്യയായിട്ട് എന്നെ സ്വീകരിച്ചതാ. ഒരിക്കലും അത് ഭർത്താവില്ലെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ സെറ്റ് ചെയ്തെന്ന് ടി വിയിൽ ഞാൻ കേട്ടു. നിന്നെ ഞാൻ സെറ്റ് ചെയ്ത എല്ലാ പെണ്ണുങ്ങളെ സെറ്റ് ഓരോരോ കണ്ട പണമുള്ളപ്പോൾ അത് നല്ല കാണാനുള്ള അവരെയൊക്കെ സെറ്റ് ചെയ്ത് അവരെയൊക്കെ പുള്ളി സ്വന്തമാക്കും. 12 വർഷത്തിൽ പരം ടിനു ജോർജിന്റെ പൈശാചിക കൂട്ടായ്മയിൽ തോളോട് തോൾ പ്രവർത്തിച്ച അനുപമ ജോയ് എന്ന വീട്ടമ്മയുടെ വാക്കുകൾ കേൾക്കുക. കഴിഞ്ഞ ദിവസം i2 ന്യൂസ് നൽകിയ വാർത്ത കണ്ടാണ് അനുപമ ഞങ്ങളെ വിളിച്ചത്. ഇതുപോലെ നിരവധി പേർ ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവുമായി നേരിട്ട് കമ്പിയില്ലാ കമ്പി വഴി സംഭാഷണം നടത്തി അത് റെക്കോർഡ് ചെയ്ത് മുണ്ണവിശ്വാസികളെ വിരട്ടുന്ന ആ അപ്പോത്തൊലിയന്റെ യഥാർത്ഥ മുഖം വിശ്വാസികളെ കാട്ടുവാൻ മാത്രമാണ് അനുപമ വെളിപ്പെടുത്തിയ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞങ്ങൾ നൽകുന്നത്. ഇനി അനുപമ ജോയിയുടെ വാക്കുകളിലേക്ക്. നമ്മൾ വിചാരിക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ദൈവത്തിന് ഇതിലായിട്ട് നിൽക്കുന്നതല്ലേ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാനൊരു ദൈവദാസനല്ലേ, അവര് പുള്ളിയുടെ കൂടെ നിൽക്കാം, പുള്ളി നമുക്ക് മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളെ സഹായിക്കുമായിരിക്കും. ഒരു സഹായം നമുക്ക് വന്നിട്ടില്ല. നമുക്ക് അവിടെ പോയി നിൽക്കുമ്പോൾ ചെലവൊക്കെ എങ്ങനെയായിരുന്നു? ചെലവൊക്കെ നമ്മൾ തന്നെ ഒരു 5 പൈസ പോലും എന്നെ സഹായിച്ചിട്ടില്ല. ഞാനും ഈ 10 വർഷം 12 വർഷം പുള്ളിനെ പ്രാർത്ഥിക്കുകയും താമസിക്കുന്ന ഇവിടെ അവിടെ ഒരു ഹോട്ടലില്, നാഥൻ ഹോട്ടലില് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അന്നേരം അതിന്റെ റൂമിന്റെ റെന്റ് ഒക്കെ ആര് കൊടുക്കുമായിരുന്നു? കൊടുക്കും, ഞാനാ കൊടുക്കുന്നത്. ആരും എനിക്കൊന്നും തരാറില്ല. ഹോട്ടലിലൊക്കെ താമസിക്കുന്ന നല്ല എക്സ്പെൻസീവ് അല്ലേ? ഇല്ല, ഞാൻ ഇവിടുന്ന് മീറ്റിങ്ങിന് പോവും. ഒരു വർഷത്തെ ലീഡർഷിപ്പ് മീറ്റിംഗ് ഉണ്ടാകുമ്പം നമ്മൾ അതൊക്കെ കേൾക്കാനും പിന്നെ മീറ്റിംഗ് കൂടാനും ഇതിനൊക്കെ അവിടെ പോകണം. പുള്ളിയുടെ കൂടെ നിൽക്കുമ്പോൾ മറ്റേ എല്ലാവരുടെ അടുത്ത് ഓടി നടക്കാൻ പറ്റില്ല. ഈ പുള്ളി ആ ചർച്ചയിൽ നിന്ന് ഈ ചർച്ചയിലേക്ക് എന്നെ വശീകരിച്ച് കൊണ്ടുവന്നതാണ്. അപ്പൊ നമുക്കറിയത്തില്ലല്ലോ സാറേ ഇത് ഇങ്ങനെയൊക്കെ സംഭവം നടക്കണേന്ന്. അപ്പൊ ഈ സാത്താനായതുകൊണ്ട് ഇവർക്ക് എല്ലാവരുടെ അടുത്തും പോകാൻ പറ്റും. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് ആര് കയറി വരുന്നു, ഞാൻ എവിടെ പോകണു, എന്ത് ചെയ്യുന്നു, ഞാൻ ആരോട് മിണ്ടുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു ഒക്കെ പുള്ളിക്കറിയാം. പുള്ളി അതൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയുമോ? അത് ചെയ്യാൻ പാടില്ലെന്ന് പറയും, വിലക്കും. ആരെങ്കിലും എന്നെ നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതും വിലക്കും. എനിക്ക് ആരോടും അധികം മിണ്ടൽ ഒന്നും ഇല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ ആത്മാവായിട്ടൊക്കെ പോയിട്ടാണ് എല്ലാവരുമായിട്ട് കൂടുന്നത്. പുള്ളി പറഞ്ഞു എന്റെ കൂടെ നിൽക്കണം, എനിക്ക് ആരുമില്ല, നിങ്ങൾ എന്റെ കൂടെ, നിങ്ങൾക്ക് അഭിഷേകം ഉള്ളതാണല്ലോ, ശക്തിയുണ്ട് ദൈവത്തിന്. നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? എന്നോട് നേരിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാൻ. എന്റെ വാട്സപ്പ് ഫേസ്ബുക്കും ഇതെല്ലാം ഞങ്ങൾ ഒന്നാണല്ലോ. പുള്ളി എന്നെ എന്താ പറയാ, എന്നെ ഭാര്യയായിട്ട് പുള്ളി ഭാര്യയായിട്ട് എന്നെ സ്വീകരിച്ചതാ. അങ്ങനെയുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുള്ളി കുറച്ച് എന്നെ കുറെ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു എന്നെ ഭാര്യയാണ്, എന്നെ കൂടെ നിൽക്കണം, എന്നെ സഹായിക്കണം, എനിക്ക് വേറെ ആരുമില്ല, എന്റെ ഭാര്യ ഇങ്ങനെ പോയതാണ്, അങ്ങനെ ഇങ്ങനെ മറ്റേ മറിച്ച് അതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഭാര്യയായിട്ടൊന്നും പറഞ്ഞില്ല, എനിക്ക് ഭർത്താവുള്ളതല്ലേ. അത് മാത്രമല്ല ഞാൻ അങ്ങനെ, പുള്ളി അങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങനെ പോയി. ഞാനൊന്നും പുള്ളിയോട് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാനോർത്ത് പുള്ളിക്ക് ആരും ഇല്ലാഞ്ഞിട്ടായിരിക്കും, പാവം ഒറ്റപ്പെട്ടു പോയതായിരിക്കും എന്നോർത്ത്. നമുക്ക് അറിയത്തില്ലല്ലോ. ഭാര്യ ഇല്ല, കൂടെ ഇല്ല, ഭാര്യ വേറെ സ്നേഹിച്ച ആളുടെ കൂടെയാണ്, ഞാൻ അത് വിട്ടു, ഭാര്യ എന്റെ കൂടെ ഇല്ല. പിന്നെ അതൊക്കെ ചുമ്മാ പറഞ്ഞാണോ അതോ? അത് ചുമ്മാ പറഞ്ഞതല്ല, അത് സത്യമാണ്. അവര് ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒരാളുമായിട്ട് സ്നേഹമായിരുന്നു. അവര് ഹെൽത്ത് ഡോക്ടറിനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ അപ്പൊ ഇവിടെ വന്ന് പുള്ളിക്കാരത്തി ഈ കൊട്ടാരക്കര ഉള്ളതാണ്. പാസ്റ്ററുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോ ഈ പുള്ളിക്കാരൻ കൗൺസിലിംഗ് ചെയ്ത് ഏത് പുള്ളിക്കാരത്തിനെ സ്നേഹിച്ചത് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് പുള്ളിക്കാരത്തിനെ കൂടെ കൂട്ടിയതാ. അപ്പൊ ഈ പുള്ളിക്കാരത്തി വീട്ടിലേക്ക് വന്നപ്പോ അമ്മ കൂടെ കൂട്ടി. പണം ഉണ്ടല്ലോ അവർക്ക്, അവരുടെ പണം കണ്ടുകൂടുക, അല്ലെങ്കിൽ അവർ കൂടെ കൂട്ടില്ലല്ലോ. പിന്നെ ഭാര്യ ഭർത്താവുമായിട്ടൊരു ജീവിതമൊന്നും ഇല്ല എന്നാണ് അറിയുന്നത് ഞാൻ. പുള്ളിക്ക് സാത്താന്റെ ശക്തിയിൽ പുള്ളിക്ക് എത്ര പെണ്ണുങ്ങളെ കൂടെയും എന്ത് പണം ഉണ്ടാക്കണം, എന്ത് ചെയ്യാൻ പുള്ളിക്ക് പറ്റും. പുള്ളി പാമ്പ്, ഒരു സർപ്പമാണ്. പുള്ളി സാത്താന്റെ മകനായിട്ടാണ് ജനിച്ചിരിക്കുന്നതെന്ന് പോലുമാണ്. ഇതൊക്കെ ലൂസിഫറിന്റെ അങ്ങനെ ഒരു ജനനാ പുള്ളിക്ക്. പുള്ളി സാത്താൻ, ഒരു വെളുത്ത സാത്താൻ, പുള്ളി ചീറ്റും, പുള്ളി ഭയങ്കര സാത്താന്റെ പരിപാടിയാ പുള്ളിക്ക്. ഇപ്പൊ ജനിച്ച പിന്നെ വന്നതാണോ, ഇനി ജനനത്തിൽ ഉണ്ടായിരുന്നോ? ഒരു സിസ്റ്റർ കൊട്ടാരക്കര സിസ്റ്റർ പറയുന്നത് അതുപോലെ ജനനത്തിൽ തന്നെ പുള്ളി സർപ്പമാണെന്നാണ്. അപ്പം അവരുടെ അമ്മയൊക്കെ ഭയങ്കര എന്താ പറയാ, പണത്തിനും പദവിക്കും എന്തും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവരൊക്കെ അവിടെ ഒരു ഒറ്റ എണ്ണം പോലും ശരിയില്ല. എനിക്ക് കൂടോത്രം ചെയ്ത ഒരു മോതിരത്തിൽ തകിട് കെട്ടി തന്നു വിട്ടതാ 2019. ഒരു സ്ത്രീയിലേക്ക് കൊണ്ട് അമ്മ എനിക്ക് തന്നെ കൂടോത്രം. അപ്പൊ അന്നോട്ടാ ഞാൻ ഇവര് കൂടോത്രാന്ന് അറിഞ്ഞത്. അവരുടെ അമ്മ ഞാൻ എന്റെ മിനിസ്ട്രി ഞാൻ ചാവാനും എന്നെ കൊല്ലാൻ വരെ നോക്കിയിട്ടുണ്ട് ഇവര്. എന്നെ ജീവനോട് വെക്കാതെ തട്ടിക്കളയാൻ ഇവരുടെ ആൾക്കാരൊക്കെ നോക്കിയിട്ടുണ്ട്. പോസ്റ്റിൽ കൂടിയും അത് വർത്താനത്തിൽ കൂടിയും ഓരോ വചനത്തിൽ കൂടിയും വചനം പ്രോമിസ് തന്നത് ഒരുപാട് വചനമുണ്ട്. ഫേസ്ബുക്കിൽ ഇടും.
ഫേസ്ബുക്കിൽ ഇട്ട് തന്നിട്ടുണ്ട്, പിന്നെ വാട്സാപ്പിൽ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല എന്റെ ഫോട്ടോ എല്ലാം കളക്ട് ചെയ്ത് അതിന്റെ സ്റ്റോറി ഗ്രൂപ്പ് തന്നെയുണ്ട്. പുള്ളി ഒരുപാട് എന്നെ ഇത് ചെയ്തിട്ടുണ്ട്. ഫോണിൽ വിളിക്കുകയല്ല, പുള്ളി ഫോണിൽ കൂടി വിളിച്ചാൽ അത് നമ്മൾ അതൊരു തെളിവല്ലേ. ഫോണിലൊന്നും വിളിക്കത്തില്ല. ഇവര് ബുദ്ധിപൂർവമാണ് എല്ലാരും. ഒന്നും തരത്തില്ല, ഫോണിലൊന്നും വിളിക്കത്തില്ല, നമുക്ക് ഒരു ഉപകാരവും ചെയ്യത്തില്ല, നമ്മളെ ഉപദ്രവിക്കുവാണ്. അത് സാത്താനായിക്കൊണ്ടാണ്. മനുഷ്യനാണെങ്കിൽ അങ്ങനെ ചെയ്യത്തില്ലല്ലോ സാറേ. ഒരു മനുഷ്യനാണെങ്കിൽ ഒരു മനുഷ്യനെ ഇത്രമാത്രം ദ്രോഹിക്കുക. ഞാനിവിടെ ഒറ്റയ്ക്കാണ്, ഒരു വീട്ടിലൊറ്റയ്ക്ക്, ആരുമില്ല. ഞാൻ ഒരുപാട് കഷ്ടത്തിലാണ്. ഇവരൊക്കെ എന്നെ എന്തുമാത്രം ദ്രോഹിക്കുന്നതെന്ന് അറിയാവോ? അപ്പം ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടല്ല. എനിക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിത് പുറത്ത് പറയണ്ട, അതൊരു ദേവദാസനല്ലേ, അവർ ജീവിച്ചു പൊക്കോട്ടെ. പിന്നെ ഈ പൈശാചികന്റെ ശക്തി വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കരുത്. പുള്ളീനെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വഴി കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് ഓർത്താ ഞാനിത് പറയുന്നത്. പുള്ളീനെ ഒന്ന് രക്ഷിക്കാൻ ഇപ്പൊ ഇതെല്ലാവരും അറിഞ്ഞു വഴിക്ക് ചോദ്യം ചെയ്ത് എല്ലാം വന്ന് പുള്ളി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരണമെങ്കിൽ വരട്ടെ എന്ന് അയാൾ തീരുമാനിക്കണം സാറേ. അത് അയാൾ തന്നെ തീരുമാനിക്കണം. അയാളുടെ അമ്മേനെ വിടണം. അമ്മ പറയണത് മാത്രമേ കേൾക്കത്തുള്ളൂ. ഈ ചോദ്യം ചെയ്യണം. അവരെ വെറുതെ വിടരുത് അങ്ങനെ. കാരണം എന്തിനാ ഒരു മനുഷ്യന് 600 ചർച്ചിൽ എത്ര പേരുണ്ടെന്ന് അറിയോ? എത്ര ആൾക്കാരുടെ ജീവിതം നശിക്കുന്നേ. 600 ചർച്ച ഉണ്ട്, എല്ലായിടത്തും ചർച്ച ഉണ്ട്, എല്ലാ രാജ്യങ്ങളും ചർച്ച ഉണ്ട്. ഞാനിവിടെ മുട്ട കുത്തിയത് എത്ര വർഷമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരു ദൈവവാസനാണ്, വളരട്ടെ, ദൈവരാജ്യം വരട്ടെ. എനിക്കൊരു 5 പൈസ പോലും തന്നിട്ടില്ല. എന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്, ചർച്ച പണിയാൻ പൈസ. അവിടെ ഉള്ളവർക്കൊക്കെ പൈസ കൊടുത്ത് നിർത്തിയിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെ അവിടെ സെറ്റ് ചെയ്ത്, അമേരിക്കയിലെ ഒരു പെണ്ണ്, അവർക്ക് അമേരിക്കയിൽ അത് ഭർത്താവില്ലെന്ന് പറഞ്ഞു, നിന്നെ ഞാൻ സെറ്റ് ചെയ്തെന്ന് TV ഞാൻ കേട്ടോ, നിന്നെ ഞാൻ സെറ്റ് ചെയ്ത. എല്ലാ പെണ്ണുങ്ങളെ സെറ്റ് ഓരോരോ കണ്ട ഉള്ളപ്പോ അത് നല്ല കാണാനുള്ള അവരെയൊക്കെ സെറ്റ് ചെയ്ത് അവരെയൊക്കെ പുള്ളി സ്വന്തമാക്കും. അവരുടെ ശരീരത്തിനും പണത്തിനും പദവിക്കും വേണ്ടി മാത്രമാണ് ഇവര് സാത്താന്റെ പരിപാടി ചെയ്തിട്ട് ജീവിക്കുന്നത്. അല്ലാണ്ട് ആ ചർച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പോകരുത്. ദൈവരാജ്യം, ദൈവം കോപിക്കില്ലേ ഇതൊക്കെ? ഞാൻ എന്താ അതിനെപ്പറ്റി പറയാ? എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഇതിൽ പെട്ടുപോയതിന്. ഞാൻ മകനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്റെ മക്കളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ പെട്ടു, എന്നെ പെടുത്തിയതാണ്, എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ അവിടെ കരുനാഗപ്പള്ളി ചർച്ച തുടങ്ങി. അപ്പൊ ഇവരെ എന്റെ കാറിനെയൊക്കെ ഓടിപ്പിച്ച്, ആ ഡ്രൈവറെയൊക്കെ ഇത് ചെയ്ത് എന്റെ കാറിനെയൊക്കെ വേറെ വഴി കൂടെ കൊണ്ട് എന്നെ കൊല്ലാനൊക്കെ നോക്കി. ഒരു മനുഷ്യനെ വിട്ടില്ല ചർച്ചിലേക്ക്. അവര് തടഞ്ഞു. അവരെ മീറ്റിംഗ് നടത്തിയപ്പോ മിനിസ്റ്റർ ചെയ്യാൻ എല്ലാവർക്കും വേണ്ടി, ലോകരാജ്യത്തിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നുണ്ട്, വല്ല 10, 300, 500 ആരെങ്കിലും തന്നെ മേടിക്കും. ഞാൻ ആരോടും ചോദിക്കാറില്ല. അത്ഭുതങ്ങളൊക്കെ ദൈവം എന്നിൽ കൂടി ചെയ്യുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം എനിക്ക് എന്തെങ്കിലും ചെയ്തു തന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആരോടും പൈസ ചോദിക്കാൻ ഒന്നിനും പോകുന്നില്ല. ദൈവത്തിന്റെ വചനം വിറ്റ് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം നമുക്ക് തന്ന കഴിവല്ലേ, അത് പ്രാർത്ഥിക്കുക, അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്തെങ്കിലും സ്വോത്രകാഴ്ചയായിട്ട് തന്നാൽ മേടിക്കുക, അത്രയല്ലാതെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ദൈവത്തെ വേദനിപ്പിക്കാവോ? ദൈവം നമുക്ക് ഇവിടെ ഭൂമിയിൽ വന്ന് എന്തുമാത്രം കഷ്ടം അനുഭവിച്ചു, ക്രൂശിൽ മരിച്ച് നമ്മളെ രക്ഷിച്ച ദൈവമല്ലേ, ദൈവത്തോട് അങ്ങനെ ചെയ്യാവോ? ഈ പുള്ളീനെ രക്ഷിക്കാൻ കൂടിയാ ഞാൻ നിങ്ങളോട് പറയണേ. എങ്ങനെയെങ്കിലും ഈ പുള്ളീനെ രക്ഷിക്കാൻ പറ്റിയ നിങ്ങൾ രക്ഷിക്കും. ഇതിന്റെ പേരിൽ ഇങ്ങനെ പെണ്ണുകേസിൽ പോലീസ് കേസ് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പോലീസ് കേസ് ഇവിടെ എറണാകുളത്ത് വെച്ചിട്ട് പോലീസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു പെണ്ണ് കേസിൽ ആ പെണ്ണ് എന്നെ തകർക്കാൻ വന്ന് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ പെണ്ണ് അവിടെ ചെന്ന് ഇവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാനോർത്ത് ഇത് എന്ത് കളിയാ ഇവർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യണം. പിന്നീടാണ് ഞാൻ ഒരു സ്ത്രീ ഇവരുടെ അമ്മ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയി 2019 ഈ പാസ്റ്ററുടെ കെട്ടുബന്ധനങ്ങൾ ഞാൻ അവിടെ ഇരുന്ന് വിടിവിക്കുമ്പം അവരൊരു തകിട് ഒരു മോതിരത്തിലുണ്ടാക്കി അമ്മ എന്റെ കയ്യിൽ ഇട്ട് തരാനായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടുകയും പ്രേതത്തെ അയക്കുകയൊക്കെ ചെയ്യും. അപ്പൊ എനിക്ക് മനസ്സിലായി പെണ്ണും മണ്ണും ഇതിൽ മാത്രം ആ പുള്ളി ജീവിക്കുന്നത് തന്നെ. ഒരു പെണ്ണുങ്ങളെ വെറുതെ വിടത്തില്ല പുള്ളി. എന്തോരം പെണ്ണുങ്ങളെ കൊണ്ട് കൂടെ പ്രായമില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ മക്കളും പ്രായമില്ലാത്ത പെണ്ണുങ്ങളൊക്കെ, പ്രായമുള്ള പെണ്ണുങ്ങളായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്ന നേരത്തെ. ഇപ്പൊ യൂത്തിലേക്ക് വന്നപ്പോ പുള്ളി വിഗും വെച്ച് ഇറങ്ങി, ഫേഷ്യലും ചെയ്ത് ഇറങ്ങി, വണ്ണമൊക്കെ കുറച്ച് പുള്ളി ആ പാമ്പായിട്ട്, പുള്ളി പാമ്പാണ്, തനി പാമ്പാണ് പുള്ളി. അതിൽ നിന്ന് വിടിവിച്ചെടുക്കാൻ പുള്ളി ആർക്കെങ്കിലും വലിയ വലിയ പാസ്റ്റർമാരുണ്ട്, ദർശനമുള്ളവരുണ്ട്, വലിയ വലിയ പാസ്റ്റർമാരുണ്ട്. ഈ പുള്ളി വശീകരിക്കുന്നതാണ് കുറെയൊക്കെ. പിന്നെ ചിലർക്കൊക്കെ അറിയത്തില്ല ഇത് ദൈവദാസനാണല്ലോ, മനസ്സിലായോ? ഒരു ദൈവദാസനാണല്ലോ, നമുക്ക് അനുഗ്രഹം കിട്ടൂലോ, കൂടെ നിന്നാല് ആ സ്നേഹവും, ആ പുള്ളിയുടെ ഒരു ചിരിയുണ്ട്, ആ ചിരിയും മയക്കും കണ്ണുകാണിയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ചില പെണ്ണുങ്ങൾ വീണ് പോകണ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ആരും ഇല്ല, ഒന്നും ഇല്ലാത്തവരൊക്കെ വീണ് പോണാണ്. ഇപ്പൊ എന്നാ ചെയ്യാനാ? ഈ സാത്താൻ അങ്ങനെയാണല്ലോ. സാത്താൻ ഒരുപാട് മയക്കി നശിപ്പിക്കുന്ന ഇങ്ങനെയാ, ഒരു രാജ്യം നശിപ്പിക്കും. ഇതിപ്പോ ഇവരിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രാജ്യം നശിക്കും, ദേശം നശിക്കും. ഒരുപാട് പെണ്ണുങ്ങൾ നശിച്ചു പോകും, അവരുടെ കുടുംബത്തില് അവർക്ക് ഭർത്താക്കന്മാർ നശിക്കും, അവരുടെ കുടുംബം ബഹളം ഉണ്ടാകുന്നു, അവരുടെ കുടുംബം. ഒരു പെണ്ണ് കുടുംബമൊക്കെ വിട്ട് ഭർത്താവിനൊക്കെ വിട്ട് ഈ പുള്ളിയുടെ പുറകെ പോയി പുള്ളിയായിട്ട് സംസാരിച്ച് ഇവര് പറയണ എന്നറിയോ? നമ്മൾ പറയുമ്പോ നമുക്ക് മാനസിക രോഗാന്ന് പറയും അവര്, നമ്മൾ വെറുതെ പറയണെന്ന് പറയും അവര്.
ഭർത്താക്കന്മാരെയൊക്കെ വിട്ടിട്ടാണ് ഈ പുള്ളിയുടെ കൂടെ കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവരുടെ പണവും മേടിക്കും, ഇവരെ യൂസും ചെയ്യും. അപ്പൊ അത് തെറ്റല്ലേ? അത് ഒരുപാട് കഷ്ടമല്ലേ അത് പെണ്ണുങ്ങൾക്ക്, കുടുംബത്തിനും അവരുടെ മക്കൾക്കൊക്കെ. ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ആ ചർച്ചിൽ, ഈ ചർച്ചിലൊക്കെ പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഈ പുള്ളി. ഈ പാമ്പായിട്ടൊക്കെ വന്ന് പുള്ളി ഇങ്ങനെ നിന്നോണ്ട് ചർച്ചിൽ, പക്ഷെ സ്നേഹത്തിൽ വരുമ്പോ മനുഷ്യനായിട്ടാ വരണേ. ഉപയോഗിക്കാൻ വരുമ്പോ ഇവൻ സാത്താനാണ് പുള്ളി. ഇപ്പൊ എങ്ങനെയാണ് ഒരു ഭാര്യ ഭർത്താവും ജീവിക്കുന്നത്, അതുപോലെ അതില് അപ്പുറത്തോട്ടൊക്കെയാണ് പുള്ളി പോകുന്നത്. അപ്പോ അത് സാധാരണ ഇതാണല്ലോ വരുന്നത്. അപ്പൊ എത്രയോ പെണ്ണുങ്ങൾ ഓർക്കുക, ഇപ്പൊ ഈ ചെറുപ്പക്കാരി പെണ്ണുങ്ങളും ഇവർക്ക് അറിയത്തില്ല, ഒരു ദൈവദാസനല്ലേ, സാരല്ല പോട്ടെ, അത് അനുഗ്രഹമായിരിക്കും, നല്ലതായിരിക്കും, അവരെ വിശ്വാസം പുറത്ത് പറയാൻ പേടി. അത് അങ്ങനെ തന്നെയാണ് ജീവിതം. ആ ജീവിതം അങ്ങനെ അവര് ജീവിച്ചുകൊണ്ട് പോകണം. അതിപ്പോ ഈ പുള്ളിക്ക് സാത്താനായതുകൊണ്ട് ഒരു പെണ്ണല്ല, 10 പെണ്ണല്ല, 1000 പെണ്ണുങ്ങളുടെ പുറകെ പോയാലും പുള്ളിക്ക് അതിനൊരു ക്ഷീണം ഉണ്ടാവത്തില്ല. ഫിസിക്കലി ഇല്ലല്ലോ. അത് ഭാവനയെ കാണുന്നതല്ല, ഭാവനയെ കാണുന്ന മാത്രമല്ല, ഭാവനയിൽ അവർ അത് നമ്മൾ ഭാര്യ ഭർത്താവ് ജീവിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ എന്താ ഇരിക്കുന്നതെന്ന് പോലും പുള്ളിക്കറിയാം, ആ പിശാചിന്റെ ശക്തിയാല്. അങ്ങനെ ദൈവത്തെ കബളിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ പറ്റിക്കുക. പുള്ളിനെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ എല്ലാരും കൂടി പുള്ളിനെ രക്ഷിക്കാൻ പറ്റിയ പുള്ളിയെ രക്ഷിക്കുക. അവരുടെ ആ സാത്താനെ അവരുടെ കൊണ്ടുവരുന്ന പൈസ മുഴുവനും അവരെ ഒതുക്കുകയാണ്. എന്തോ ഒരു സ്ഥലം മേടിച്ചിരുന്നു, പിന്നെ എന്തെല്ലാം ബിൽഡിങ് കെട്ടുന്നു, എല്ലാം നശിപ്പിച്ച് നാറാണക്കല്ല് പിടിച്ചോണ്ടിരിക്കുകയാണ് ആ ചർച്ചുകാര്. ഒരു മനുഷ്യന് അയാൾക്ക് പേടിയില്ലല്ലോ, ആരും പുറത്ത് പറയില്ലല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.